മീറ്റിംഗ് കഴിഞ്ഞ് ഡെന്നിയിൽ വെച്ച് എത്തിയപ്പോഴും മിഴിയുടെ അനുവിന്റെയും സംസാരം തീർന്നിരുന്നില്ല. നാട്ടിലും വീട്ടിലുമുള്ള പട്ടിയുടെയും പൂച്ചയുടെയും കണക്കെടുത്ത് അവർ ആകാശത്തുള്ള കിളികളുടെ എണ്ണെടുക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു അതിന് ഭംഗം വരുത്തിക്കൊണ്ട് ഡെന്നിയിൽ വെച്ചു എത്തിയത്. ഇതാര ഈ കട്ടുറും എന്ന രീതിയിൽ രണ്ടും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഡോറിൽ കൈകെട്ടി നിൽക്കുന്ന ഡെന്നിയെയും ലച്ചുവിനെയും കണ്ടത്. അവരെ കണ്ടതും അനു ചാടി എഴുന്നേറ്റു. മിഴിക്ക് നോ എക്സ്പ്രഷൻ. സർ, ഞാനൊരു ഫയൽ സൈൻ വാങ്ങാൻ വന്നാ. അനു എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു. ചേച്ചി എന്തിനെ എഴുന്നേറ്റ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. സംസാരത്തിന്റെ രസം മുറിഞ്ഞ വിഷമത്തിൽ മിഴി പറഞ്ഞു. അനു അത് കണ്ടൊരു വളിച്ച ചിരിയോടെ ഡെന്നിയെയും ലച്ചുവിനെയും നോക്കി. എവിടെ ഫയൽ? മിഴിക്കരികിലേക്ക് വന്ന് അവളെടുത്ത് മണ്ടിലെത്തിക്കൊണ്ട് ഡെന്നി ചോദിച്ചു. പപ്പേ, ഞാൻ കൊടുത്തു ഷൈൻ ചെയ്ത്. ഇനി പപ്പ ബുദ്ധിമുട്ടണ്ട, എല്ലാതും ഞാൻ തന്നെ ചെയ്തുതരാം. മിഴി വലിയ കാര്യം പോലെ പറഞ്ഞു. ആഹാ, എന്റെ കുഞ്ഞൂസ് ചെയ്തു കൊടുത്തോ? പപ്പയുടെ ജോലിയൊക്കെ എളുപ്പമായി തന്നല്ലോ. ഡെന്നി അവൾ നോക്കി അത്ഭുതത്തോടെ പറഞ്ഞു. മിഴി സന്തോഷത്തോടെ ലച്ചുവിനെ നോക്കി. അനു അത് കണ്ട് ഒരു ചിരിയോടെ ഫയലെടുത്ത് ഡെന്നിക്ക് നേരെ നീട്ടി. അവൻ നോക്കിയിട്ട് സൈൻ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അനു പുറത്തേക്ക് നടന്നു. അനു ചേച്ചി, മിഴി ഉറക്കെ വിളിച്ചു. എന്താടാ വാവേ? അനു തിരിഞ്ഞെന്ന് ചോദിച്ചു. ജോലിയൊക്കെ കഴിയുമ്പോ വരണേ, നമുക്ക് കളിച്ചാം. അത് കേട്ട് അനു ഒരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. നീ ഇവിടെയുള്ള ഒരു ജോലി ഞാൻ സമ്മതിക്കോ? ലച്ചു ചെയറിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, ഞാൻ ഇച്ചിരി നേരം വർത്താനം പറഞ്ഞു കേട്ടൊന്നും സംഭവിച്ചില്ല അല്ലേ പപ്പേ? മിഴി ഡെന്നിയെ നോക്കി ചോദിച്ചു. പിന്നല്ലാണ്ട് എന്റെ മോള് സംസാരിച്ചോ കേട്ടോ, ഡെന്നി അവളോട് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ രണ്ടൊക്കെ എന്നെ വേണ്ടല്ലോ. ലച്ചു പിണങ്ങി തിരിഞ്ഞിരുന്നു. മിഴി അതുകൊണ്ട് ഒരു ചിരിയോടെ ഡെന്നിയുടെ മടിയിൽ നിന്നിറങ്ങി ലച്ചുവിന്റെ അടുത്തേക്ക് നടന്നു. വേദു, മിഴി കൊഞ്ചലോട് വിളിച്ചു. ഡീഡി വേണ്ട, അത് ഞാൻ വിളിക്കുന്ന, ഡെന്നി പറഞ്ഞു. ഓ, മിഴി പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു അത് കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് തിരിഞ്ഞിരുന്നു. ലച്ചു, എനിക്ക് ലച്ചുവിനെ ഇഷ്ടം, പിന്നെ പപ്പേനെ ഇഷ്ടമാണ്. ഇത്രയും നാള് ഞാൻ ലച്ചുവിനെ മാത്രമല്ലേ സ്നേഹിച്ചത്. ഇപ്പൊ പപ്പ വന്നപ്പോ പപ്പേനെ സ്നേഹിക്കാണ്. അതിന് ലച്ചു ഇങ്ങനെ കുശുമ്പ് കാണിക്കല്ലേ? മിഴി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. എനിക്കല്ലേലും കുശുമ്പൊന്നുമില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ, നമ്മളില്ലേ. ലച്ചു അതും പറഞ്ഞ് ജോലിയിലേക്ക് കടന്നു. മിഴി ഉച്ചവരെ തട്ടിമുട്ടി എന്നിട്ട് ഉച്ചയായപ്പോൾ അനുവിന്റെ അടുത്തേക്ക് ഓടി. അനുവിന്റെ കൂടെ അഞ്ജലിയും പരിചയപ്പെട്ടു. അവസാനം സംസാരിച്ച് സമയം പോയതറിയാതിരുന്നപ്പോൾ ലച്ചു വന്ന് മിഴിയെ വിളിച്ച് കൊണ്ടുപോയി. ഓ, എന്നാലും എന്റെ അനു സാറിനെ വളക്കാൻ നോക്കിയിട്ട് ഇപ്പൊ വളഞ്ഞ് സാറിന്റെ മോളാണല്ലോ, അഞ്ജലി കളിയായിക്കൊണ്ട് പറഞ്ഞു. മറുപടിയായി ഒരു വളിച്ച ചിരി വെച്ച് അനു ജോലിയിലേക്ക് പ്രവേശിച്ചു. ദിവസങ്ങൾ ഓടി മറഞ്ഞു. മിഴിയുടെ മുറിവില്ലമാർ സ്കൂളിൽ പോയി തുടങ്ങി. ഡെന്നിയുടെ കമ്പനി അന്ന് ഏറ്റെടുത്ത പ്രൊജക്ട് ഏകദേശം ശരിയായി. പതിപോലെ ക്യാബിൽ നിന്ന് ലാപ്പിൽ വർക്ക് ചെയ്യായിരുന്നു ലച്ചു. ആ സമയത്താണ് ഡെന്നി കയറി വന്നു. വേദു, ആ വിളിച്ചു. എന്താ ചായ? നമ്മുടെ ആ പ്രൊജക്ട് മുംബൈ കമ്പനി അപ്രൂവ് ചെയ്തു. ഡീൽ സൈൻ ചെയ്യാൻ തന്നെ പോകണം. ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. രാത്രിയാണ് ഫ്ലൈറ്റ്. നീ വർക്ക് കഴിഞ്ഞൊരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോക്കും. വേഗം ബാഗൊക്കെ പാക്ക് ചെയ്തു, എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. ഞാൻ വൈകിട്ടാകുമ്പോഴേക്ക് എത്താം. അവൻ ധൃതിയിൽ ഓരോന്ന് എടുക്കുന്നതിൽ പറഞ്ഞു. അല്ലി ചായ, ഞാൻ വരണോ? അവൾ സംശയത്തോട് ചോദിച്ചു. പിന്നെ വരാതെ, നീ ഇൻവോൾവ്ഡ് ആയതല്ലേ ഇതിൽ? പിന്നെ നീ എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. ഞാൻ എവിടെ പോകുന്നോ കൂടെ വരണം. കളിക്കാതെ വേഗം വീട്ടിൽ പോകാൻ നോക്ക്. അവൻ അവളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. ഡെന്നി പോയിട്ട് ലച്ചു അതേ നിൽപ്പ് തുടർന്നു. പെട്ടെന്നുള്ളൊരു യാത്ര അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവനൊപ്പം പോകുന്നതിന് മുമ്പിൽ അവൾ ടെൻഷനായത് മിഴിയുടെ കാര്യം ആലോചിച്ചാണ്. ഇതുവരെ മിഴിയെ വിട്ട് നിന്നില്ല. ഇതിപ്പോ രണ്ടുപേരും കൂടെ പോയാൽ അവൾ സമ്മതിക്കില്ല. ലച്ചു ആലോചനയോടെ ഇരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് വേഗം വർക്ക് തീർത്ത് ഇറങ്ങി. മോളുടെ പേരും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിയാന്ന് അവൾ കരുതി. വൈകുന്നേരമായിട്ടും ബാഗൊന്നും പാക്ക് ചെയ്യാതിരിക്കുകയാണ് ലച്ചു. മിഴിയെ സ്കൂളിൽ നിന്നും ഡെന്നി വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാകരൻ പോയിട്ടില്ല. ഡെന്നി വരുമ്പോൾ പറയാന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മുറിയിലേക്ക് കടന്നു വന്ന്. വേദു, നീ ഇതുവരൊന്നും ചെയ്തില്ലേ? ഞാൻ പറഞ്ഞാലെല്ലാം റെഡിയാക്കി വെക്കാൻ. ഇനി എപ്പോഴാ? കുറച്ച് നേരത്തെ ഇറങ്ങണം. ബ്ലോക്ക് എങ്ങനെ ഉണ്ടായ ഫ്ലൈറ്റ് മിസ്സാവും. അവൻ അവൾ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ആദിച്ചായ, ഞാൻ വന്ന പിന്നെ മോളുടെ കാര്യം, അവള് ഞാനില്ലാതെ നിന്നിട്ടില്ല. എനിക്കും പറ്റില്ല അവളില്ലാതെ. ഇച്ചായ, ഞാൻ വരുന്നില്ല. ലച്ചു തലാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ലച്ചുവിന്റെ സംസാരം കേട്ട് ഡെന്നി ദേഷ്യത്തോടെ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. നീ എന്താതിനെ പറ്റി വിചാരിച്ചു വെച്ചേക്കുന്നത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവന്റെ പെട്ടെന്നുള്ള ഭാമാറ്റം ലച്ചുവിനെ അമ്പരിപ്പിച്ചു. വേദു, നിന്നോട് ഞാൻ ചോദിച്ചു, ആൻസർ മീ. കൈകളുടെ പിടുത്തം മുറിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇച്ചായ, ഞാൻ മോളുടെ കാര്യം ആലോചിച്ചപ്പോ. ഇനഫ്. രായ് രാമന്റെ മോളാണെന്ന് പറഞ്ഞു നടക്കുന്ന വെറും വാക്കാണെന്ന് കരുതിയ നീ ഉള്ളിൽ തട്ടി പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവളെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ട്. അവളിവിടെ ഒറ്റയ്ക്കിട്ട് ഞാൻ നിന്നെ കൊണ്ട് പോകുന്ന കരുതിയോ? അത്രയ്ക്ക് നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ വേദു. തുടക്കത്തിൽ ദേഷ്യമായിരുന്നെങ്കിലും പിന്നീട് അവന്റെ ശബ്ദം വിറച്ചു. കാര്യം മനസ്സിലാവാതെ അവൾ അവനെ നോക്കിയപ്പോഴേക്കും അവളെ വിട്ട് അവൻ പുറത്തേക്ക് നടന്നിരുന്നു. അവന്റെ പുറകെ ഹാളിൽ ചെന്നപ്പോൾ കണ്ടു സോഫയിൽ ഒരു കുന്ന് സാധനങ്ങളുടെ ഇടയിലിരിക്കുന്ന മിഴിയെ. മായക്കൊണ്ട് റീസുക്കെല്ലാം കാണിച്ചു കൊടുത്ത് വീമ്പ് പറയുന്നുണ്ട്. ലച്ചു സംശയത്തോടെ നിന്നു. അപ്പോഴാണ് മിഴി ലച്ചുവിനെ കണ്ടത്. ലച്ചു, വാ നോക്ക്, പപ്പ വാങ്ങിച്ചെന്നതാ. നമ്മള് പൂവല്ലെന്ന്. അപ്പൊ എനിക്ക് ഇതാനായിട്ടാ. നോക്ക് ലച്ചു, പുതിയ ബാഗ്, ജോരന്റെതാ.
ഡോറയുടെ പടമുള്ള ഒരു ചെറിയ ട്രാവൽ ബാഗ് എടുത്ത് ലച്ചുവിനെ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ടീസ കൊച്ചു പെയിനിൽ കയറിയിരിക്കണോ? ഞങ്ങൾ ഇന്ന് പ്ലെയിനാ പോണത്, ആകാശത്തൂടെ. അവൾ വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു. ആഹാ, ആകാശത്തൂടെയാണോ? ഞങ്ങളെയും കൊണ്ടുപോവോ? ട്രീസ ചോദിച്ചു. ആദ്യം നിങ്ങൾ പോയിട്ട് നല്ല സ്ഥലമാണെന്ന് നോക്കിയിട്ട് വരാം, എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോവാട്ടോ. മിഴിയൊരു കള്ളച്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു. മിഴിയുടെ സന്തോഷം നോക്കി കാണുകയായിരുന്നു ലച്ചു. താൻ മറന്നാലും ഡെന്നി അവളുടെ കാര്യം മറക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവനെ മനസ്സിലാക്കാൻ കഴിയാഞ്ഞതിൽ വിഷമിച്ച് ലച്ചു ഡെന്നിയെ നോക്കി. അത് കണ്ടിട്ടും കാണാത്ത പോലെ അവൻ മുഖം തിരിച്ച് സോഫയിൽ നിന്ന് കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ, ട്രാവലിംഗ് അല്ലേ, സാരി അധികം എടുക്കണ്ട. അവളുടെ മുഖത്ത് നോക്കാവൻ പറഞ്ഞു. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കിയത് വാങ്ങിയെങ്കിലും ഡെന്നി കാണാത്ത പോലെ നിന്നു. നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് ഡെന്നി പോകുന്നേ? പ്രീസ മിഴിയെ തഴുകിക്കൊണ്ട് ചോദിച്ചു. അവിടെ ഒരു 2 ദിവസത്തിന്റെ ആവശ്യമുള്ളൂ, പിന്നെ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് 1 വീക്ക് അതിനുള്ളിൽ വരും. ദേ കുഞ്ഞിനെ നോയിക്കോളണം, രാത്രി ഒന്നും അധികം കറങ്ങി നടക്കരുത്. കാലാവസ്ഥ മാറിയാൽ ചിലപ്പോൾ മോൾക്ക് പനി വരും, പ്രീസ ആകുലതയോടെ പറഞ്ഞു. എന്റെ ടീസ കൊച്ച്, ഞാൻ എന്റെ പപ്പയത് കൂതിയാ പോനത്, പപ്പ നോക്കിക്കൂല എന്നെ, ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വരാഞ്ഞേ. മിഴി സന്തോഷത്തോടെ പറഞ്ഞു. ആയിക്കോട്ടെ, അടിച്ചു പൊളിച്ച് വേഗം ഇങ്ങോട്ട് വന്നാ മതി, ഞങ്ങൾ കാത്തിരിക്കും. മായയോട് നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. മിഴി അവരെ തിരികെ കെട്ടിപ്പിടിച്ചു. വേഗം വരാത്തോ, അതുവരെ പേപ്പേറ്റോണ്ട് വായിക്കിടാതെ നല്ല കുറ്റിയാക്കി ഇരിച്ചണം, കേട്ടല്ലോ. അവൾ വലിയ ആളുകളെ പോലെ പറഞ്ഞു. കേട്ടു മാഡം. അവർ ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ ബാഗ് ഒരിക്കലും റെഡിയാവില്ലെല്ലാം പെട്ടെന്നായിരുന്നു. 9 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ അവർ 7 മണിയായപ്പോഴേക്ക് ഇറങ്ങി. പ്രീസക്കും മായക്കും നല്ല വിഷമമുണ്ടായിരുന്നെങ്കിലും മിഴിയുടെ സന്തോഷം കണ്ടപ്പോൾ അവരത് മറച്ചു വെച്ചു. ഡെന്നി തന്നെയാണ് എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്തത്. ലച്ചു പലതവണ അവനെ നോക്കിയെങ്കിലും അവൻ കാണാത്ത പോലെ ഇരുന്നു. മിഴിയാണെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്നതിന്റെ ആഹ്ലാദത്തിലാണ്. എന്തൊക്കെയോ പറഞ്ഞ് സ്വയം ചിരിക്കുന്നുമുണ്ട്. അധികം ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ 8 മണിയായപ്പോഴേക്ക് എയർപോർട്ടിലെത്തി. ബോർഡിംഗ് പാസ് എടുത്ത് അവർ അകത്തേക്ക് കയറി. മിഴിയാണെങ്കിൽ ചുറ്റുമുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ് നോക്കുന്ന തിരക്കിലാണ്. ഇടയ്ക്ക് ഡെന്നിയോട് ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുമുണ്ട്. അവൻ അതിനൊക്കെ ക്ഷമയോടെ മറുപടിയും പറയുന്നുണ്ട്. ഈച്ചാ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ലച്ചു കയ്യിലിരുന്ന ഹാൻഡ് ബാഗ് അവനെ ഏൽപ്പിച്ച് വാഷ്റൂമിലേക്ക് നടന്നു. പപ്പേ? മിഴി വിടർന്ന കണ്ണുകളോടെ ചുറ്റും നോക്കിക്കൊണ്ട് വിളിച്ചു. എന്താണ് കുഞ്ഞാ? അവൻ അലിബോട് അവളുടെ നെറുകിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു. എന്ത് രസോ പപ്പി ഇത്, നമ്മുടെ വീട്ടിൽ ഇതേപോലെ ലൈറ്റ് ഇടാട്ടോ, കുറേ ലൈറ്റ് വേണം. ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതേപോലെ കുറേ ലൈറ്റ് ഇടാം കേട്ടോ. മിഴി ചുറ്റും നോക്കുന്നതിനിടയിലാണ് തൊട്ടടുത്ത് അവർ നോക്കിയിരുന്ന ഒരു പെണ്ണിനെ കണ്ടത്. ആ പെണ്ണിന്റെ നോട്ടം മുഴുവൻ ഡെന്നിലായിരുന്നു. മിഴി നോക്കുന്ന കണ്ടപ്പോൾ അവൾ കൈവീശി കാണിച്ചു. വലിയ ചെലവൊന്നുമില്ലല്ലോ എന്ന് കരുതി മിഴിയും കൈവീശി കാണിച്ചു. അത് കണ്ടപ്പോൾ അടിച്ചു മോനെന്ന ഭാഗത്തിൽ ആ പെണ്ണ് അവരിരുന്നതിന്റെ അടുത്തേക്ക് വന്നിരുന്നു. ഹായ് മോളു. തേനും പാലും ഒലിപ്പിച്ച് ആ പെണ്ണ് മിഴിയെ നോക്കി വിളിച്ചു. ഹായ്. ഒട്ടും കുറക്കാതെ മിഴിയും തിരിച്ച് ഹായ് പറഞ്ഞു. എന്താ മോളുടെ പേര്? എന്തെങ്കിലും പറഞ്ഞ് അടുക്കണ്ടേന്ന് കരുതി ആ പെണ്ണ് ചോദിച്ചു. മീ. അവൾ നാണത്തോടെ പറഞ്ഞു. ആഹാ, അടിപൊളി പേരാണല്ലോ. ആന്റിയുടെ പേരെന്താ? മിഴിയൊരു കള്ളശ്ശേരിയോട് ചോദിച്ചു. ആന്റി എന്ന് വിളിച്ച് അപമാനിച്ച് ആ പെണ്ണിനെ പിടിച്ചില്ലെങ്കിലും പിന്നെ ആവശ്യം തൻ്റെതായി പോയില്ലെന്ന് കരുതി കഷ്ടപ്പെട്ട് ചിരി വരുത്തി പറഞ്ഞു. ഹൗ നോട്ടി. ആന്റി അല്ല കേട്ടോ, ചേച്ചി എന്ന് വിളിച്ചാൽ മതി. മിഴിയുടെ കവിളിൽ പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഹോ ശാദനം, എന്റെ കവില് പിച്ചു പൊളിച്ച് പപ്പേ. മിഴി ഡെന്നിയോട് രഹസ്യം പോലെ പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ നോക്കി വളിച്ച ചിരിച്ചു. എന്റെ പേര് മായ എന്നാ. ഡെന്നിയെ നോക്കി നമ്രശിരസ്കിയായി ആ പെണ്ണ് അല്ല മായ പറഞ്ഞു. ഹായ്, എന്റെ അമ്മൂമ്മയുടെ പേര് മായ എന്നാ. മിഴി സന്തോഷത്തോടെ കൈകൊട്ടി പറഞ്ഞു. അത് കേട്ടത് മായയുടെ മുഖം ഇഞ്ചി അടിച്ച പോലെയായി. ഡെന്നി പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് തിരിഞ്ഞിരുന്നു. ഇതാരാ, മോളുടെ പപ്പയാണോ? ആകാംക്ഷയുടെ മായ ചോദിച്ചു. ഏയ് പപ്പയല്ല, ബ്രദറാ. മിഴി ഡെന്നിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. വാവ്, ഹീ സോ ഹാൻസം. അവൾ പഴയ നടി ജയഭാരതി ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കണ്ണുകൾ ചിമ്മി അടച്ചുകൊണ്ട് പറഞ്ഞു. ആനല്ലേ, എല്ലാരും പറയൂ അത്. മിഴി ഇത്തിരി കൂടെ തവിട്ടും പിണ്ണാക്കി ഇട്ടെടുത്തുകൊണ്ട് പറഞ്ഞു. മോൾക്ക് ചോക്ലേറ്റ് വേണം, വാ ആന്റി വാങ്ങിത്തരാലോ. അവൾ മിഴിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. മിഴി പ്രതീക്ഷ എന്തോ കിട്ടിയ ഭാഗത്തിൽ ഡെന്നിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് മായയുടെ കൈ പിടിച്ച് നടന്നു. ലച്ചു വാഷ്റൂമിൽ പോയി വരുമ്പോൾ കാണുന്നു ഏതോ ഒരു പെണ്ണിന്റെ കൈയും പിടിച്ച് പാട്ടും പാടി പോകുന്ന മിഴിയെയും അത് കണ്ട് തലക്ക് കൈ കൊടുത്തിരിക്കുന്ന ഡെന്നിയുമാണ്. അതാരെ ചായ മോളെ പറഞ്ഞിട്ടത്? ലച്ചു സംശയത്തോട് ചോദിച്ചു. അതാരാണെന്ന് തമ്പുരാൻ അറിയാം. പിന്നെ മോളെ ഞാൻ പറഞ്ഞു വിട്ടല്ല, അവളായിട്ട് ചാടിത്തുള്ളി പോയതാ. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. ഡെന്നി ലച്ചുവിനെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചാനിത് എന്തൊക്കെയാ ഈ പറയുന്നത്? കാര്യം മനസ്സിലാവാതെ ലച്ചു വാപൊളിച്ചു. പണ്ട് മേഡം കുറെ പേരുടെ അടുത്ത് നടന്നിരുന്ന് ചോക്ലേറ്റ് വാങ്ങിയെടുത്ത് ഓർമ്മയുണ്ടോ? ആ, അതിന്റെ ബാക്കി പത്രം ആ കാണുന്നേ. കണ്ണെത്തുന്ന ദൂരത്തിൽ നിൽക്കുന്ന മിഴിയെ ചൂണ്ടി ഡെന്നി പറഞ്ഞു. അതിന് മറുപടിയായി ലച്ചു ഒരു വളിച്ച ചിരിച്ചു. അതാരാ ആ പെണ്ണ്? ഡെന്നിയെ മെല്ലെ തുണി കൊണ്ട് ലച്ചു ചോദിച്ചു.
ആ എനിക്കറിയാൻ പാടില്ല. ഞാൻ അവിടെ ബ്രദറാണെന്നും പറഞ്ഞ് ആ പെണ്ണിനെ ഊറ്റാൻ കൊണ്ട് പോയേക്കുവാ, നമ്മുടെ പുന്നാര മോള്. ഡെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി നമ്മുടെ മോളെന്ന് പറഞ്ഞു കേട്ട് ഞെട്ടിരിക്കാൻ ലച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഇമവെട്ടാൻ നോക്കി. പക്ഷേ ഡെന്നിയുടെ നോട്ടം മുഴുവൻ ഗ്ലാസിനുള്ളിലെ ചോക്ലേറ്റ് എല്ലാം കൗതുകത്തോടെ നോക്കുന്ന മിഴിയിലായിരുന്നു. രണ്ട് കയ്യിലും നിറയെ മിഠായി പിടിച്ചുകൊണ്ടിരുന്ന മിഴിയെ കണ്ട് ലച്ചു കൂർപ്പിച്ച് നോക്കി. ഡെന്നിയുടെ അടുത്തിരിക്കുന്ന ലച്ചുവിനെ കണ്ടപ്പോൾ ആ പെണ്ണിന്റെ മുഖം മാറി. ഇതാരാ? ലച്ചുവിനെ നോക്കി വല്ലാത്ത മുഖത്തോടെ മായി ചോദിച്ചു. ആ ഇതോ ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫാ, പെറ്റിയൊക്കെ പിരിച്ചാൻ കൂടെ വന്നതാ. മിഠായി പൊട്ടിച്ച് കഴിക്കുന്നിടയിൽ മിഴി ഭാഭേദമൊന്നുമില്ലാതെ പറഞ്ഞു. ലച്ചുവിന്റെ കണ്ണിപ്പോൾ പുറത്തേക്ക് വരുന്ന രീതിയിലായി. അതുകൂടി കേട്ടപ്പോൾ ഡെന്നിക്ക് പിടിച്ചെടുക്കാനായില്ല. അവൻ പൊട്ടിച്ചിരിച്ചു. ചിരിച്ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് അവൻ ചിരി നിർത്തിയില്ല. കഷ്ടപ്പെട്ട് ചിരി കൺട്രോൾ ചെയ്ത് മിഴിയെ നോക്കുമ്പോൾ അവിടെ നിഷ്കുഭാവം. പിന്നെ അടക്കി പിടിച്ച ചിരി വീണ്ടും വരും. ഡെന്നിയുടെ ചിരി കണ്ട് സംശയത്തോടെ നോക്കുന്ന മായക്ക് അവൻ സ്വയം പരിചയപ്പെടുത്തി. ഹായ്, ഐ ആം ഡെന്നിസ് ജോർജ്. ഇതെന്റെ മകളാണ് മിഥില, മിഴിയെന്ന് വിളിക്കും. ഡെന്നിയുടെ വെളിപ്പെടുത്തലിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാരടങ്ങി മായ മിഴിയെ നോക്കി. എവിടെ? അവിടെ മിഠായി എന്ന് തിരക്കില്ല. കുട്ടിപ്പിശാച്ച് മായ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരിയിച്ച്. അപ്പൊ ഇത് സാറിന്റെ വൈഫാണോ? ലച്ചുവിനെ നോക്കി അവൾ ചോദിച്ചു. വേദലക്ഷ്മി, ഡെന്നി ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു. ലച്ചു ഞെട്ടി അവനെ നോക്കി. പക്ഷെ അവനെ ശ്രദ്ധിക്കാത്ത രീതിയിലിരുന്നു. ഇനിയൊരു തിരിച്ചു വരാവില്ലേ ശശിയേ എന്ന് പറഞ്ഞ് മായ നൈസായി മുങ്ങി. പോകുന്ന പോക്കിൽ മിഴിയെ എന്നോടിത് വേണമായിരുന്നോടി എന്ന ഭാവത്തിൽ നോക്കി. എന്തിനാ അതിനെ പറ്റിച്ച കുഞ്ഞ്? നിനക്ക് എത്ര മിഠായി വേണമെങ്കിലും പപ്പ വാങ്ങിത്തരില്ലേ? ഡെന്നി മിഴിയോട് ചോദിച്ചു. അതിലൊരു ത്രില്ലില്ല പപ്പയെ, അടുത്ത പാക്കറ്റ് പൊട്ടിക്കുന്നതിൽ മിഴി പറഞ്ഞു. മിഴിയുടെ കളി കമ്പനി കാണാനിരിക്കുന്നുള്ളൂ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഫ്ലൈറ്റിൽ കയറിയതും മിഴി ആകാംക്ഷ അടക്കാൻ പറ്റാതെ ചുറ്റും നോക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് പുറത്ത് കാഴ്ചകൾ കാണാൻ പറ്റില്ലെന്ന് അറിഞ്ഞതിന്റെ വിഷമത്തിലാണ് കക്ഷി. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് 2 സീറ്റ്സ് ആയിരുന്നു. ലച്ചുവിനെയും മിഴിയെ ഒരുമിച്ചിരുത്തി നേരെ എതിർവശത്തുള്ള സീറ്റിൽ ഡെന്നി ഇരുന്നു. മിഴി എത്തിക്കുത്തി ഡെന്നിയെ വലിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴെല്ലാം അവൻ അവൾക്ക് നേരെ കണ്ണുചിമ്മി കാണിക്കും. മിഴി അത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കും. രാത്രിയായാലും പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നുണ്ട്. മിഴിയുടെ അത്ഭുതത്താൽ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ലച്ചു സന്തോഷത്തോടെ ഡെന്നിയെ നോക്കി. അവന്റെ നോട്ടവും അവർ രണ്ടുപേരിലും തന്നെ ആയിരുന്നു. ഡെന്നിയുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന് ലച്ചുവും മിഴിയും മാത്രമായിരുന്നു. 10:30 അവർ മുംബൈ എയർപോർട്ടിലെത്തി. മുൻകൂട്ടി ഹോട്ടൽ റൂം ബുക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാബ് വിളിച്ച് അവൻ നേരെ അങ്ങോട്ടേക്ക് പോയി. ഡെന്നിയുടെ മടിയിലിരുന്ന് കാഴ്ചകൾ കണ്ട് രസിക്കായിരുന്നു മിഴി. രാത്രിയിലും ഉറങ്ങാത്ത മുംബൈ നഗരത്തെ അവൾ കൗതുകത്തോടെ വീക്ഷിച്ചു. ലച്ചുവിന്റെ കണ്ണുകളും പുറം കാഴ്ചകളും ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. അരമണിക്കൂറിൽ അവർ ഹോട്ടലിലെത്തി. 5th ഫ്ലോറിലായിരുന്നു അവരുടെ റൂം. ആ ഹോട്ടലിൽ തന്നെയാണ് കർത്ത ഗ്രൂപ്പ് സൈഡിലെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രാത്രി വൈകിയതുകൊണ്ട് മിഴികളുടെ കണ്ണുകളിൽ ഉറക്കം ബാധിച്ചിരുന്നു. ഡെന്നി അവളുടെ അടുത്ത് തോളിൽ കിടത്തി ബാഗെല്ലാം എടുത്ത് റൂം പോയി അവരെ പിന്തുടർന്നു. റൂം തുറന്ന് ബാഗെല്ലാം ഒതുക്കി വെച്ച് റൂം പോയി. ലച്ചു സംശയത്തോടെ ചുറ്റും നോക്കി. ഇച്ചായ? അവൾ പതിയവന് വിളിച്ചു. ഉറങ്ങിയ മിഴിയെ ബെഡിൽ കിടന്നതിനൊപ്പം ശബ്ദമില്ലാതെ മൂളി. ഒരു റൂമാണോ എടുത്ത്? പിന്നെ എത്ര വേണം? അവളുടെ ചോദ്യം കേട്ട് അവൻ നെറ്റി വിളിച്ചുകൊണ്ട് തിരികെ ചോദിച്ചു. അല്ല, ഞാൻ വെറുതെ. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവൾ വിക്കി. കേരളം വിട്ട് പുറത്തു പോകാത്ത പെണ്ണാണ്. പണ്ട് നിന്റെ ഹിന്ദി എക്സാമിന്റെ പേപ്പർ കള്ളൊപ്പിട്ട് തന്നിരുന്നത് ഞാനാണെന്ന് നീ മറക്കരുത്. ഇനി നിനക്കാൻ വേറെ റൂമൂടെ എടുത്തുതരാം. അവൻ നല്ല രീതിയിൽ അവളെ പുച്ഛിച്ചു. ലച്ചു അവനെ നോക്കി വളിച്ച ചിരിയിച്ചു. ഇനി നിനക്ക് വേറെ റൂം വേണമെന്നുണ്ടെങ്കിൽ താഴെ റിസപ്ഷനിൽ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ മോൾ എന്തായാലും ഇവിടെയാണ്. ഇട്ടിരുന്ന ഷർട്ട് ഊരിക്കൊണ്ട് അവൻ പറഞ്ഞു. ലച്ചു പിന്തിരിഞ്ഞ് നിൽക്കുന്ന അവന് നേരെ കൊഞ്ഞനം കാണിച്ചുകൊണ്ട് ബാഗിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിൽ കയറി. കണ്ണാടിയിൽ കൂടി അവളുടെ കോപ്രായം കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. മിഴിയെ ഒന്നുകൂടി പുതപ്പിച്ചുകൊണ്ട് അവൻ അവിടെ അരികിലായി ബെഡിൽ കിടന്ന് മിഴിയെ ചുറ്റിപ്പിടിച്ച്. ഉറക്കത്തിലും പപ്പയുടെ ചൂട് അറിഞ്ഞതുപോലെ മിഴി അവനോട് ചേർന്ന് കിടന്നു. ലച്ചു ഡ്രസ്സ് മാറി വരുമ്പോൾ കണ്ടത് ബെഡിൽ കിടക്കുന്ന ഡെന്നിയാണ്. അവൾ നിന്ന് പരിങ്ങി. അവളുടെ പരിങ്ങിക്കളി ഇടം കണ്ണാൽ കണ്ട് ഡെന്നി തലയുയർത്തി നോക്കി. എന്തേ, കിടക്കാനുള്ള ഉദ്ദേശമില്ലേ? നിന്ന് നേരം വെളുപ്പിക്കാനാണ് തീരുമാനം? അവൾ ലച്ചുവിനെ കളിയായിക്കൊണ്ട് ചോദിച്ചു. പിന്നെയും മിണ്ടാതെ ചുറ്റും നോക്കുന്ന അവളെ കണ്ട് അവനും ചുറ്റും നോക്കി. നീ എന്താ ഈ തെരയുന്നത്? എന്തെങ്കിലും കളഞ്ഞു പോയോ? അല്ല, കിടക്കാനായി സോഫ. അവൾ പതിയെ പറഞ്ഞു. തോന്നി ആ നോട്ടം കണ്ടപ്പോ. നോക്കിയിട്ട് കിട്ടിയോ? ചുണ്ടിലൊളിപ്പിച്ച് ചിരിയോടാൻ ചോദിച്ചു. അവൾ ചുമൽ രണ്ടും പൊക്കി കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു. ആ, അപ്പോൾ വന്ന് കിടക്കാൻ നോക്ക്. അവൻ അതും പറഞ്ഞ് കണ്ണടച്ച് കിടന്നു. പിന്നെയും കുറച്ചു നേരം തട്ടിമുട്ടിയെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ മിഴിക്കരികിലായി കിടന്നു. ഡെന്നിയെ നോക്കിയപ്പോൾ അവൻ കണ്ണടച്ചാണ് കിടക്കുന്നത്. പിന്നെ ഒന്നും ആലോചിക്കാതെ അവൾ കണ്ണടച്ച് ഉറക്കത്തിലേക്ക് വീണു. ലച്ചു ഉറങ്ങിയെന്ന് കണ്ടതും ഡെന്നി കണ്ണുകൾ തുറന്നു. കണ്ണിമ ചിമ്മാതെ ലച്ചുവിനെ നോക്കി. ഇനി നിനക്ക് എന്നിൽ നിന്നൊരു മോചനമില്ല വീതു. എനിക്ക് വേണം നിന്നെയും നമ്മുടെ മോളെയും. ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പതിയെ കയ്യെത്തിച്ച് അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടിയഴകൾ മാടിയൊതുക്കി.
പിന്നെ അവളെ നോക്കിക്കൊണ്ട് തന്നെ മിഴിയെ ചേർത്ത് പിടിച്ച് കിടന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ ഡെന്നിയാണ് ആദ്യം കണ്ണു തുറന്നു. നെഞ്ചിലൊരു ചെറിയ ഭാരം പോലെ തോന്നിയപ്പോൾ അവൻ താഴേക്ക് നോക്കി. മിഴി അവൻ്റെ മേലെയാണ് കിടക്കുന്നത്. പതിയെ അവളെ തഴുകാൻ കൈയുയർത്താൻ നോക്കിയപ്പോൾ പറ്റുന്നില്ലെന്ന് കണ്ട് അവൻ തലയിരിച്ച് നോക്കി. തൻ്റെ ഇടം കൈയിനെ ചുറ്റിപ്പിടിച്ച് ചുരുണ്ടുകൂടി കുഞ്ഞു കുട്ടികളെ പോലെ ഉറങ്ങുന്ന ലച്ചുവിനെ അവൻ വാത്സല്യത്തോടെ നോക്കി. എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ മെല്ലെ താടി ലച്ചുവിൻ്റെ നെറുകയിൽ അമർത്തി. അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ച് അവനോട് ഒന്നുകൂടി ചേർന്ന് കിടന്നു. തൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയതുപോലെ അവന് തോന്നി. അവളെ കാണുമ്പോൾ കുതിച്ചു പായുന്ന തൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്താൻ കഴിയാത്ത ആ പഴയ ഡെന്നിയായതുപോലെ. കണ്ണുകൾ ഇറുക്കി അടച്ച് ശ്വാസമെടുത്ത് അവൻ ലച്ചുവിൻ്റെ കൈ നീക്കി വെച്ചു. ചെക്കിന് തീരെ കൺട്രോളില്ല. അതാ പതി അവരെ ഉണർത്താതെ മിഴിയിറക്കി അവർക്കിടയിലായി കിടത്തി. അനക്കം തട്ടിയപ്പോൾ മിഴി കണ്ണുകൾ തുറന്നു. തന്നെ നോക്കി കിടക്കുന്ന ഡെന്നിയെ കണ്ടപ്പോൾ അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു. പപ്പേ, അവൾ സന്തോഷത്തോടെ വിളിച്ചു. എന്താണ് കുഞ്ഞ, ഉറക്കം മതിയായോ എൻ്റെ കുഞ്ഞിന്? അവൻ അവളുടെ നെറുകിൽ വാത്സല്യത്തോടെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾ അതിന് മറുപടിയായി അവനെ കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കിടന്നുറങ്ങുന്ന ലച്ചുവിനെ കണ്ടത്. പപ്പേ, അവൾ ഉറക്കെ ഡെന്നിയെ വിളിച്ചു. അവിടെ ആ വിളി കേട്ട് ലച്ചു ഞെട്ടി എഴുന്നേറ്റു. അവളെ തന്നെ നോക്കി കിടക്കുന്ന അവർ രണ്ടുപേരെയും കണ്ട് ഒരു ജാളിയതയോടെ അവൾ എഴുന്നേറ്റിരുന്നു. എന്താ കുഞ്ഞ, ഒച്ചെടുത്ത് ആളെ കൂട്ടു നീ? ഡെന്നി എഴുന്നേറ്റിരുന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ മൂന്നാലും കൂടിയാണ് കിടന്നുറങ്ങിയത്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അതേലോ, പപ്പയും കുഞ്ഞിനും വേദും കൂടിയാണ് കിടന്നുറങ്ങിയത്, അവൻ അവളോടായി പറഞ്ഞു. ഹായ്, ഇനി എന്നും അങ്ങനെയാണോ കിടക്കുക? എന്നും അങ്ങനെ കിടന്നാ മതി പപ്പേ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പപ്പയുടെ അമ്മയുടെ അടുത്താണല്ലോ കിടക്കുക. എനിക്ക് ഇനി എന്നും ഇങ്ങനെ കിടന്നാ മതിട്ടോ പപ്പ, മിഴി സന്തോഷത്തോടെ പറഞ്ഞു. നിന്റെ ലച്ചു സമ്മതിച്ച എന്നും നമുക്കിങ്ങനെ കിടക്കാം, അവൻ ലച്ചുവിനെ നോക്കി കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് മോളെ ബെഡിലെത്തി വാഷ്റൂമിൽ കയറി. അവൻ പോയ വഴിയെ നോക്കി അന്തം വിട്ടിരിക്കുകയാണ് ലച്ചു. ലച്ചു ലച്ചു സമ്മതിച്ചു ലച്ചു, എനിക്ക് ഇനി എന്നും ഇങ്ങനെ കിടന്നാ മതി. മിഴി പ്രതീക്ഷയോടെ ലച്ചുവിനെ നോക്കി. അവിടെ മുന്നിൽ നിന്ന് വിയർക്കുന്ന ലച്ചുവിനെ കണ്ട് ഒരു കള്ളശ്ശിരിയോടെ ഡെന്നി ഡോറടിച്ചു. ഇവിടുന്ന് പോകും മുന്നേ നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കും വേദു ഞാൻ, ഡെന്നിയുടെ മനസ്സ് മന്ത്രിച്ചു. ഡെന്നി കുളിച്ചു വന്ന് മിഴിയെ കുളിപ്പിച്ചു. ലച്ചു വാഷ്റൂമിൽ കയറിയ നേരം ഡെന്നി ഫുൾ ഓർഡർ ചെയ്തു. ലച്ചു കൂടെ വന്നപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഡെന്നി തന്നെയാണ് മിഴിക്ക് വാരി കൊടുത്ത്. വേദു 10 മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ 9 മണി, താഴെ തന്നെയാണ്, കഴിച്ച് റെഡിയാവാൻ നോക്കിക്കോ, ഡെന്നി പറഞ്ഞു. ലച്ചു തലയായിട്ട് സമ്മതിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. ഇച്ചായ, പെട്ടെന്നെന്തോ ഓർത്ത പോലെ ലച്ചു വിളിച്ചു. എന്താ? അവൻ മിഴിയിൽ നിന്ന് കണ്ണുകൾ വലിച്ചുകൊണ്ട് ചോദിച്ചു. മീറ്റിംഗ് സമയത്ത് മോളുടെ കാര്യം എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, കുറച്ച് നേരത്തെ കാര്യമില്ലേ, അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. താഴെ ചിൽഡ്രൻസ് ഏരിയ ഉണ്ടല്ലോ, എൻ്റെ കുഞ്ഞാനോട് കളിച്ചോളൂ, അല്ലേ കുഞ്ഞാ? മിഴിയുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആനേ, ലച്ചു ടെൻഷൻ അടിച്ചെണ്ട, ഞാൻ അവിടുന്ന് കളിച്ചോല, മിഴി വലിയ ആളുകളെ പോലെ പറയുന്ന കേട്ട് ലച്ചു ചിരിച്ചു. ഇതേ സമയം തൻ്റെ മുറിയിലെ മിറിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവളിലൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. കാലങ്ങളായി കാത്തിരുന്ന എന്തോ കിട്ടിയ സന്തോഷം അവളിൽ ഉണ്ടായിരുന്നു. തടസ്സങ്ങൾ എന്തൊക്കെ മുന്നിൽ വന്നാലും അതിനെല്ലാം വെട്ടിമാറ്റി അവനെ തന്നിലേക്ക് മാത്രം കൊണ്ടുവരുമെന്നുള്ള ഭാവം ഉണ്ടായിരുന്നു. ഞാൻ വരുന്നു ഡെന്നീസ്, നിന്നെ എൻ്റേതാക്കാൻ, അവൾ സ്വയം പ്രതിബിംബം നോക്കി മന്ത്രിച്ചു. അന്നേരം അവളിൽ വശ്യമായൊരു പുഞ്ചിരി നിറഞ്ഞിരുന്നു.